സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 22 23 വാക്യം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ളതായ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകാൻ ഇതൊക്കെയും സംഭവിച്ചു എന്നാണ്. നമുക്കേവർക്കും സുപരിചിതമായ ഒരു ദൈവത്തിൻ്റെ തിരുവചന ഭാഗമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പായിട്ട് അനേക വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞതായ ഒരു പ്രവചനത്തിൻ്റെ നിവർത്തീകരണം സംഭവിക്കുന്നതാണ് നാം ഈ ഭാഗങ്ങളിൽ കാണുന്നത്. ഏകദേശം ക്രിസ്തു ജനിക്കുന്നതിന് 850 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചതായ പ്രവചനം അനേക വർഷങ്ങൾക്ക് ശേഷം പിന്നീട് അത് അക്ഷരാർത്ഥത്തിൽ നിറവേറുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അത് മത്തായി ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ളതായ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യെശയ്യാവിൽ കൂടെ ആഹാബ് രാജാവിനോട് ദൈവാത്മാവ് നൽകുന്നതായ ഒരു സന്ദേശം ആണ് ഇത്. 7-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ഉസിയാവിൻ്റെ മകനായ യോദാബിൻ്റെ മകനായ യഹൂദ രാജാവായ ആഹാസിൻ്റെ കാലത്ത് ദൈവം ആഹാസിനോട് ഇടപെടുന്നതായ, ആഹാസിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനവും ആഹാസും ഭയപ്പെട്ടിരുന്നതായ ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് യെശയ്യാ പ്രവാചകനിലൂടെ ആഹാബിനോട് ഇടപെടുന്നതായ ഒരു ഭാഗം. അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നത് ആഹാബിനും ഇസ്രായേലിനുമെതിരായിട്ട് ചിലർ ഒന്നിച്ച് യോജിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ, എന്ന് ദാവീദ് ഗ്രഹത്തിന് അറിവ് കിട്ടിയപ്പോൾ, സന്ദേശമെത്തിയപ്പോൾ അവൻ്റെ ഹൃദയവും അവൻ്റെ ജനത്തിൻ്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയുന്നത് പോലെ ഉലഞ്ഞു പോയി എന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതായത് ആഹാസിനെതിരെയും ഇസ്രായേൽ ജനത്തിനെതിരെയും 1-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഇസ്രായേൽ രാജാവായ പേഖഹും യെരുശലേമിനെതിരെ അമ്മോന്യ രാജാക്കന്മാരും ഇസ്രായേലിനെതിരെ യുദ്ധം തുടങ്ങുവാൻ കൂട്ടുകെട്ടുണ്ടാക്കി എന്ന് അവർക്ക് സന്ദേശം ലഭിക്കുമ്പോൾ എന്താണ് ഇവിടെ ഉണ്ടാകുന്നത്? 2-ാമത്തെ വാക്യം പറയുന്നു, എന്ന് യോജിച്ച് ഇവർക്കെതിരെ യുദ്ധത്തിന് വരുന്നു, ഇവരെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്നു എന്ന് അറിവ് കിട്ടിയപ്പോൾ, ദാവീദ് ഗ്രഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവൻ്റെ ഹൃദയവും അവൻ്റെ ജനത്തിൻ്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയുന്നത് പോലെ ഉലയുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കണമേ, കാറ്റുകൊണ്ട് ഉലയുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു തങ്ങൾക്കെതിരെ യുദ്ധത്തിന് കടന്നു വരുന്നു എന്ന് കേട്ടപ്പോൾ, അത് ഒരു കൂട്ടമായിട്ട് കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, ഇവിടെ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യെശയ്യാ പ്രവാചകനെ ദൈവം ആഹാബിൻ്റെ അടുക്കലേക്ക് അയച്ചു. അവരുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരായിരിക്കുന്നതായ അവസ്ഥ ഇവിടെ യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഇവരെങ്ങനെ ഇരിക്കുന്നു? അവൻ്റെ ഹൃദയവും അവൻ്റെ ജനത്തിൻ്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയുന്നത് പോലെ ഉലഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും മാനുഷികരായ നമ്മുടെ ജീവിതത്തെ കുലുക്കുന്നതായ പ്രതികൂലങ്ങൾ കടന്നു വരും.
ആഹാബിനും തൻ്റെ ജനത്തിനും സംഭവിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പിടിച്ചു കുലുക്കുമാറാക്കുന്ന വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നാം മറക്കുക, നാം ഒന്ന് മറന്നു പോകരുത്, നാം സേവിച്ചു നിൽക്കുന്നവനായ യഹോവ നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇതാ അവരുടെ ഹൃദയം, അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലഞ്ഞതുപോലെ ഉലഞ്ഞു. 4-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യെശയ്യാ പ്രവാചകനിലൂടെ പറയുന്നത് ഇപ്രകാരമാണ്: നീ എന്ത് ചെയ്യണം? സൂക്ഷിക്കുക, സാവധാനം ആയിരിക്കുക. പുകയുന്ന ഈ 2 കൊള്ളി നിമിത്തം, അരാമിന്റെയും രസീമിന്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്. ഈ നാളുകളിൽ ദൈവജനത്തിന് ആവശ്യം ധൈര്യമാണ്. പ്രതികൂലങ്ങൾ കടന്നു വരുന്നത് കാണുമ്പോൾ, പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കാണുമ്പോൾ നാം കാറ്റുകൊണ്ട് ഉലയുന്ന വൃക്ഷങ്ങളെ പോലെ ഉലയേണ്ട കാരണമില്ല. കാരണം നമ്മോട് കൂടെ ഇരിക്കുന്ന വലിയവനായ ദൈവം ആരെന്ന് മനസ്സിലാക്കണം. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ അരാമ്യരും ഇസ്രയേലിയരും കടന്നു വന്ന് തനിക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തി, കാറ്റുകൊണ്ട് ഉലയുന്നത് പോലെ ഹൃദയം ചഞ്ചലമായിരിക്കുന്നതായ വ്യക്തി, വിശ്വാസ ജീവിതത്തിന്റെ നമ്മുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യത്തക്ക നിലയിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മളൊരു സ്റ്റേബിൾ മൈൻഡ് അല്ലാതെ നമ്മുടെ ഹൃദയം വേവർ ചെയ്യുമ്പോൾ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഹാബിനോട് പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ നിനക്കൊരു അടയാളം നൽകുവാൻ പോകുകയാ. അടയാളം ഇപ്രകാരമാണ്. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു: ഒരു അടയാളം ഞാൻ നിനക്ക് തരാൻ പോകുക, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗമാണിത്. എല്ലാവരും ക്രിസ്മസിന്റെ കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ തന്നെയും അവരുടെ ജീവിതത്തിൽ അവർ മനഃപ്പാഠമാക്കിയതും അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതായ ഒരു തിരുവചന ഭാഗമാണിത്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്നുള്ളത്. അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കുമെന്ന് ഈ ക്രിസ്തുവിന്റെയും ജനനത്തിന് മുമ്പ് ഏകദേശം 850 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ ആത്മാവിൽ യെശയ്യാവ് ആഹാബിനോട് പറഞ്ഞു. ആരോടാണ് ദൂത് പറയുന്നത്? പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ടുപോലെ ഉലഞ്ഞു നിൽക്കുന്ന ആഹാബിനോട് പറയുകയാണ്: ഞാൻ നിനക്കൊരടയാളം തരുവാൻ പോകുകയാ. അടയാളം മറ്റൊന്നുമല്ല, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 1-ാം അധ്യായം 22-23 വാക്യത്തിൽ മത്തായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്: ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ളതായ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. നോക്കണമേ, പ്രശ്നത്തിന്റെ മധ്യത്തിൽ ശത്രുക്കൾ വന്ന് തങ്ങളെ പരാജയപ്പെടുത്തുമെന്നുള്ളതായ പരാജയ ഭീതിയുടെ മധ്യത്തിൽ മനസ്സ് ശാന്തനല്ലാതെ അശാന്തി പിടിപെട്ട് അവനും ജനവും കലങ്ങിയിരിക്കുന്നതായ സമയത്ത് ഇതാ ദൈവത്തിന്റെ ആത്മാവ് യെശയ്യാ പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ്: ആഹാബേ, നീ ഭയപ്പെടേണ്ട, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ളതായ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. ഒരുപക്ഷെ ഈ ഒരു അടയാളം വർഷങ്ങൾക്ക് മുമ്പ് ആഹാബിനോട് പറയുമ്പോൾ ആഹാബിന് ഇതിന്റെ അർത്ഥം ഗ്രഹിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ടാകും. കാരണം ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ളതായ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. നമുക്കറിയാം, ഇമ്മാനുവേൽ മീൻസ് ഗോഡ് ഈസ് വിത്ത് us. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമാണ് ആ പേരിന്. ആ പേരിന്റെ അർത്ഥം പോലെ തന്നെ ആഹാബിനോട് ദൈവാത്മാവ് പറയുകയാണ്: നിന്നോടുകൂടെ ഇമ്മാനുവേൽ വിത്ത് യു, ദൈവം നിന്നോട് കൂടെയുണ്ട്.
പലപ്പോഴും നമുക്ക് ഈ പേരിന്റെ അർത്ഥം മനസ്സിലാകത്തില്ല. നമ്മോട് കൂടെ ദൈവം, നമ്മോട് കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, ഭാരങ്ങളുടെ മധ്യത്തിൽ, രോഗങ്ങളുടെ മധ്യത്തിൽ, കഷ്ടതയുടെ മധ്യത്തിൽ, പണമില്ലാത്തത് അവസ്ഥയിൽ, ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ, കഷ്ടതയുടെ അവസ്ഥയിൽ, വേദനയുടെ അവസ്ഥയിൽ നാം പലപ്പോഴും ഇത് മറന്നു പോകാറുണ്ട്. ദൈവം നമ്മോട് കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുമ്പോൾ God is with means God is present. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും എവിടെ ആയിരിക്കുന്നുവോ ആ അവസ്ഥയിൽ, അല്ലെങ്കിൽ എവിടെ പോയാലും God is present with you. That means you are not alone. Praise the Lord. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, God is with us means God is present. God is present means you are not alone. Praise the Lord. ദൈവം നിന്നോട് കൂടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രശ്നങ്ങളായിക്കോട്ടെ, പ്രതികൂലങ്ങളുടെ മധ്യത്തിലായിക്കോട്ടെ, ഭാരങ്ങളുടെ മധ്യത്തിലായിക്കോട്ടെ, ശത്രു ആക്രമിക്കുമെന്നുള്ള ഭീതിയുടെ മധ്യത്തിലായിക്കോട്ടെ, നമ്മോട് കൂട്ടത്തിൽ ആരുണ്ട്? ദൈവമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവിൽ കൂടെ പ്രതികൂലത്തിലിരിക്കുന്ന ആഹാബിനോട് ഇത് പറയുമ്പോൾ അതിനും 850 വർഷങ്ങൾക്ക് ശേഷമാണ് അക്ഷരാർത്ഥത്തിൽ ഈ പ്രവചനം നിറവേറുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, കാലഘട്ടങ്ങൾക്ക് മുമ്പേ, ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ വലിയവനായിരിക്കുന്ന ദൈവം ദൈവജനത്തിന് കൊടുത്തൊരു വാഗ്ദാനം ഇതാണ്: ദൈവം നിന്നോട് കൂടെയുണ്ട്, ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ളത്. God is present. Praise the Lord. God is present with you and me. That means you are not alone. I am not alone. ഞാൻ തനിച്ചല്ല, എന്നോട് കൂടെ ദൈവം ഉണ്ടെന്നുള്ളതായ ഒരു ചിന്തയാണ് ഒരു ഭക്തനെ കഷ്ടതയുടെ മധ്യത്തിൽ നിലനിർത്തുന്നത്. അവനെയാണ് പ്രൈസലോ, അതാണ് അവനെ ശക്തീകരിക്കുന്നത്. പലപ്പോഴും ജീവിതത്തിലേക്ക് നിരാശകൾ കടന്നു വരുന്നത് എപ്പോഴാണെന്നറിയാമോ? നാം അനുഭവിക്കുന്ന സാഹചര്യത്തിലൂടെ നമ്മൾ ഒറ്റയ്ക്ക് കടന്നു പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, എന്ന് മനസ്സിലാക്കുമ്പോൾ, മാനുഷികമായി ഒരു വ്യക്തികളും നമ്മളോട് കൂട്ടത്തിൽ ഇല്ലെന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു, ഞാൻ ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ഞാൻ ഈ വേദനയുടെ മധ്യത്തിൽ, ഞാൻ ഈ ഭാരത്തിൻ്റെ മധ്യത്തിൽ ഞാൻ തനിച്ചാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾ തനിച്ചല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്. അവൻ്റെ പേര് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ രേഖപ്പെടുത്തി, ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ മീൻസ് God is with us. ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമുള്ളതായ ഇമ്മാനുവേൽ. അപ്പം ദൈവം ഇപ്പോൾ നമ്മോട് കൂടെയുണ്ട്. അതായത് എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലും പ്രസംഗിക്കുന്നതായ എൻ്റെ കൂട്ടത്തിലും, പ്രൈസ് ദി ലോർഡ്, ദൈവമക്കൾ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവരുടെ കൂട്ടത്തിൽ വലിയവനായിരിക്കുന്ന ദൈവമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ദൈവം കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈവം ഒരു സാധാരണ ദൈവമല്ല. Our God is not an ordinary God. Praise the Lord. God is present with us. That means He is present with His all power. സർവശക്തനായിരിക്കുന്ന ദൈവമാണ് നിങ്ങളോട് കൂട്ടത്തിലുള്ളത്. ഒന്ന്, you are not alone, because God is with you. The second, which God is with you? The all powerful God. സർവശക്തനായിരിക്കുന്ന ദൈവമാണ് ഇന്ന് നിന്റെ കൂട്ടത്തിൽ ഉണ്ടെന്ന് നീ തിരിച്ചറിയേണ്ട പകൽക്കാലമാണ്. യോഹന്നാൻ ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ ഉള്ളവൻ ഈ ലോകത്തിലുള്ളവനെ കാട്ടിൽ വലിയവനായിരിക്കുന്ന ദൈവം.
പ്രൈസ് ദി ലോർഡ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസംഭവ് കോ സംഭവ് കർനെ വാല പരമേശ്വര. പ്രൈസ് ദി ലോർഡ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ ദൈവം, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായിരിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവനായിരിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓൾ പവർഫുൾ ഗോഡാണ് നമ്മോട് കൂടെയുള്ളത്. ഇമ്മാനുവേൽ. God is present. Not only God is present, our God present with us with his all power. Praise the Lord. എന്റെയും നിങ്ങളുടെയും കൂട്ടത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മോട് കൂട്ടത്തിൽ സർവശക്തനായിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മോട് കൂട്ടത്തിലുള്ളത്. Praise the Lord. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ശത്രു 4 ദിക്കിൽ നിന്ന് വന്ന് ആക്രമിച്ച് കീഴടക്കുമെന്ന് ഭാരപ്പെട്ട ആഹാബിനോട് പറയുകയാണ്, God is present with you. ദൈവം നിന്നോട് കൂട്ടത്തിലുണ്ട്. ഒരു സാധാരണ ദൈവമല്ല, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവം ഇന്ന് നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് നിന്റെ ഹൃദയം കാട്ടിലെ വൃക്ഷങ്ങൾ ഉലയുന്നത് പോലെ ഉലഞ്ഞാലും നീ ഭാരപ്പെടണ്ട, നീ പേടിക്കണ്ട, നീ ഭയപ്പെടണ്ട, നീ ഭ്രമിക്കണ്ട, നീ നിരാശപ്പെടണ്ട. കാരണം പ്രൈസ് ദി ലോർഡ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു വലിയവനായിരിക്കുന്ന ദൈവം കുന്നിന്റെ കൂട്ടത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദ ഇമ്മാനുവേൽ, God is with us means മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ തന്നെ അതിൻ്റെ ഒരു മീനിങ് അവിടെ കിടപ്പുണ്ട്. 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. അപ്പോൾ ഒന്ന്, യു ആർ നോട്ട് അലോൺ, ഗോഡ് ഈസ് വിത്ത് us, with you. Praise the Lord. എന്റെയും നിങ്ങളുടെയും കൂട്ടത്തിൽ ദൈവമുണ്ട്. എങ്ങനെയുള്ളവനായ ദൈവം? അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ ദൈവം. അസംഭവക്കോ സംഭവ കർനെ വാല പരമേശ്വർ. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായിരിക്കുന്ന ദൈവം എന്റെയും നിങ്ങളുടെയും കൂട്ടത്തിലുണ്ട്. മൂന്നാമത്തെ പ്രത്യേകത, God is with us means, praise the Lord, hallelujah, God is present. God is present with his power. Third, the God is present with his power, and he is the promise keeping God. വാഗ്ദത്തത്തെ നിവർത്തീകരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂട്ടത്തിലുള്ളതായ ദൈവത്തിന്റെ പ്രത്യേകത വാഗ്ദത്തങ്ങളെ നിവർത്തീകരിക്കുന്ന ദൈവമാണ്. അതാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ദൈവം പ്രവാചകന്മാരിലൂടെ പറഞ്ഞതായ, കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായ ആ പ്രവചനത്തിന്റെ നിവർത്തീകരണം വലിയവനായ ദൈവം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ദൈവം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആ ദൈവത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അവൻ സർവശക്തനായിരിക്കുന്ന ദൈവമാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കഴിയാത്തതിന് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക അത് സംഭവിക്കത്തില്ലെന്ന് വിചാരിക്കുക, അതിനെ നിവർത്തിച്ചു തരുന്ന ഒരു വലിയവനായിരിക്കും ദൈവമുണ്ട്. മൂന്നാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞത്, അവൻ വാഗ്ദത്തങ്ങളെ നിവർത്തീകരിക്കുന്ന ദൈവമാണ്. പ്രവചനങ്ങളെ, ഹല്ലേലൂയ, അഥവാ വാഗ്ദത്തങ്ങളെ നിവർത്തീകരിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ ദൈവജനമേ, കർത്താവ് പറഞ്ഞ ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന ഇതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് ശേഷം അവൻ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് അപ്പോസ്തല പ്രവർത്തികളിൽ അവൻ ഒരു വാഗ്ദാനം കൊടുത്തു. ആ വാഗ്ദാനം ഇപ്രകാരമാണ്: ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നവനെന്ന്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവനായ ഈ പോയവനായി ഇതേ യേശു വീണ്ടും വരുമെന്നുള്ളതാണ് ഏറ്റവും വലിയ വാഗ്ദാനം. Praise the Lord. I believe that is the greatest promise given by God Almighty to his church.
പ്രൈസ് ദി ലോർഡ്. അവൻ്റെ സഭയ്ക്ക് ദൈവം നൽകിയ ഏറ്റവും ശക്തവും ഏറ്റവും മനോഹരവും ഏറ്റവും വലുതുമായ വാഗ്ദാനങ്ങളിൽ ഒന്നാമത്തെ വാഗ്ദാനമാണ് അവൻ വീണ്ടും വരുമെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അവൻ ജനിക്കുമെന്ന് അവൻ്റെ ജനനത്തിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചു. ദൈവവചനത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തിയിൽ മുതൽ പ്രൈസ് ദി ലോർഡ് ഇങ്ങേയറ്റം മലാക്കിയിൽ വരെ പ്രവാചകന്മാർ മാറി മാറി പ്രവചിച്ചു. കാല യൗവനികകൾ മാറി മറിഞ്ഞപ്പോൾ കാലസമ്പൂർണനായിരിക്കുന്ന ദൈവം പ്രൈസ് ദി ലോർഡ് വേഷത്തിൽ മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. അവൻ്റെ ജനനം സംഭവിച്ചു, അവൻ്റെ മരണം സംഭവിച്ചു, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചു, അവൻ്റെ സ്വർഗാരോഹണം സംഭവിച്ചു. ഇനിയും സംഭവിപ്പാനുള്ളത് അവൻ്റെ പ്രൈസ് ദി ലോർഡ് വീണ്ടും വരവാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, ഇമ്മാനുവേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മോട് കൂട്ടത്തിൽ എന്നാണ്. ദൈവം സർവശക്തനായിരിക്കുന്ന ദൈവം, വാഗ്ദത്തങ്ങളെ നിവർത്തീകരിക്കുന്നവനായിരിക്കുന്ന ദൈവം ഈ നാളുകളിൽ പ്രതികൂലങ്ങളെ നേരിടുവാൻ, പ്രതിസന്ധികളെ നേരിടുവാൻ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പിടിച്ചു നിന്നും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.